വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് പറയുന്ന ഈ ആയത്ത് എവിടെയാണ് അവതരിച്ചത്, എന്നാണ് അവതരിച്ചത് എന്നതിന് സാക്ഷിയാണ് ഞങ്ങൾ മദീനയിൽ നിൽക്കുമ്പോ, ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞകാല ചരിത്രങ്ങൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. മക്കയിലെ 13 കൊല്ലം യുദ്ധം ഒരിക്കലും പാടില്ല എന്ന് ഖുർആൻ പറയുകയും ആത്മസംയമനം പാലിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യണം, തിരിച്ചടിക്കുക പോലും പാടില്ല എന്ന് പറഞ്ഞ മക്ക കാലഘട്ടത്തിന്റെ താടനങ്ങളും പീഡനങ്ങളും, ഖുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദായതും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതും, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങൾ പറഞ്ഞു, നോക്കണേ, അല്ലാഹു നമുക്ക് നൽകിയ വിജയം എത്ര വലിയ വിജയമാണ്. ബദർ നമ്മൾ വിജയിച്ചു, ഉഹദിലും നമ്മൾ വിജയിച്ചു, ഒരു കഷ്ടിക്ക് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്തു. ഖന്തഖും ഹുനൈനും നമുക്ക് വിജയമാണ്. ഇങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ചാർജിങ് ഫ്രം വിക്ടറി ടു വിക്ടറി. ഇനി നമുക്ക് ഒരല്പസമയമെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളുടെ കൂടെ പോയി ഇരിക്കാൻ അവസരമുണ്ടായല്ലോ. നമുക്ക് ഇപ്പോഴാണല്ലോ ഒന്ന് വീട്ടിലൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ സമയം കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ഒരൽപ്പം മക്കളുടെ കൂടെ ജീവിക്കാം എന്ന് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിന്റെ ഭാഗമാണിത്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. ഈ ഉമ്മത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് നിർത്തിവെച്ചിട്ട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് ഖുർആൻ നിങ്ങൾ ആത്മഹത്യാപരമായ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഖുർആനെ പറഞ്ഞത് യുദ്ധത്തിന് വേണ്ടി പോയി ത്യാഗം ചെയ്ത ആ മനുഷ്യന്റെ വിഷയത്തിലല്ല. നിങ്ങൾ ത്യാഗങ്ങളെല്ലാം മതിയാക്കി ഇനി ഒരല്പസമയം വിശ്രമത്തിന് മാറ്റിവെക്കാം, ഇനി സേവനങ്ങൾ നിർത്തിവെക്കാം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ വചനം വരുന്നത്. നിങ്ങൾ ആത്മഹത്യാപരമായ നിലപാടുകൾ സ്വീകരിക്കുകയാണോ? കാരണം ആയുസ്സത്ര ചെറുതാണ്, ആയുസ്സത്ര പരിമിതമാണ്. ഈ പരിമിതമായ ആയുസ് നിങ്ങൾ വിശ്രമിച്ചു തീർത്താൽ ആരധ്വാനിക്കും? ആരുണ്ടാവും അവിടെ പണിയെടുക്കാൻ? ആരുണ്ടാകും ഉമ്മത്തിനെ സേവിക്കുവാൻ? അതുകൊണ്ട് ആത്മഹത്യാപരമായത് എന്ന് പറയേണ്ടത് ഒരു മനുഷ്യന്റെ അധ്വാനത്തെ കുറിച്ചല്ല, പിന്നെയോ നിങ്ങൾ വിശ്രമം തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, നമ്മൾ കർമ്മനിരതരാവാൻ വന്ന ഉമ്മത്തികളാണ്. നമ്മൾ വെറുതെ ഇരിക്കാമെന്ന്, റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ റിമോട്ട് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം.